ആയവനോട് മല്ലിയിടുപതിനാർക്കും ധൈര്യമില്ലാതെയായി മുൻപിലെപ്പോഴും ഉണ്ടാകുമ്പടി കമ്പമാർക്ക് കയറ്റിയിടാൻ ശിഷ്യന്മാർത്തമാസ്മാദിച്ചുള്ളൊരു സൗജമാം കേരള കുറിയൻ സഭയുടെ അരുതിയാകും വന്യതാം മാളി വിന്യാസോസന്ന ഉണ്ടവിരാം അധ്യക്ഷൻ. 100 വയസ്സിന്റെ നിറവിൽ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും താരമായ ഒരമ്മയുണ്ട് കണ്ണൂർ ആലക്കോട്. ഇപ്പോഴും മക്കൾ പൊന്നമ്മച്ചി എന്ന് വിളിച്ച് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന കുറ്റിപ്പുഴയിലെ ചാണാക്കാട്ടിൽ ഏലിയാമ്മ ജോസഫാണ് ആ ഭാഗ്യവതിയായ അമ്മ. ഈയിടെ അമ്മയുടെ 100ാം ജന്മദിനവും മക്കൾ ഗംഭീരമായി കൊണ്ടാടി. ഇത് ഞങ്ങളുടെ പൊന്നമ്മച്ചിയാണ്. 100 വർഷം തികഞ്ഞിട്ടും കൂസലില്ലാതെ പ്രസരിപ്പോടെ ആത്മാർത്ഥതയോടെ മക്കളോട് വലിയ സ്നേഹവും കരുണയും കൈത്താങ്ങുമായി ഇന്നും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ അമ്മച്ചിയുടെ 100ാം വയസ്സ് ഒരു ശതാബ്ദി ആഘോഷം നല്ല രീതിയിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. ഞങ്ങളുടെ ബന്ധുമിത്രാദികളും കുട്ടികളുമൊന്നും എല്ലാവരും തന്നെ എത്തിച്ചേർന്നില്ലെങ്കിലും ഉള്ളവരെ വെച്ചൊരു ഓണം പോലൊരു പരിപാടി ഞങ്ങളങ്ങ് നടത്തി. അമ്മച്ചി വളരെ ഹാപ്പി ആയിരുന്നു. അതിൻ്റെ റീൽസൊക്കെ ഒരുപടി ആളുകൾ കാണുകയും ശ്രദ്ധിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തതായി ഞാൻ ഓർമ്മിക്കുന്നു. മലബാറിൻ്റെ കുടിയേറ്റ കാലഘട്ടത്തിൽ വളരെ ത്യാഗം സഹിച്ച ഒരമ്മച്ചിയാണ്. 4 മക്കളെ ഉള്ളുവെങ്കിലും ആൾക്കാരെയെല്ലാം അടക്കി ഭരിക്കാനുള്ളൊരു പ്രത്യേക പ്രാവീണ്യം അമ്മച്ചിക്കുണ്ടായിരുന്നു. നാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നാക്കായിരുന്നു. എല്ലാവരെയും വരച്ച വരയിൽ നിർത്താനും ശകാരിക്കാനും ചിരിക്കാനും ആളുകളെ നല്ല കൈയടക്കത്തോടെ കൈകാര്യം ചെയ്യാനും കഴിയുന്ന അഭൂതപൂർവമായ ഒരു സിദ്ധി ഞങ്ങളുടെ അമ്മച്ചിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞങ്ങൾക്കൊക്കെ കൈ വന്നിട്ടുള്ളൂ. അമ്മച്ചി എല്ലാം കൊണ്ടും തികഞ്ഞ ആളാണ് എന്നത് തർക്കം പറ്റ സംഗതിയാണ്. അമ്മയുടെ 4 മക്കളിലെ ഏറ്റവും ഇളയവനായ രാജുവാണ് ഞാൻ. അമ്മ ഞങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരാളാണ്. മറ്റേ ചാച്ചനേക്കാൾ കൂടുതൽ അമ്മയായിരുന്നു ഞങ്ങളെ കരുതലും കാക്കലുമായി നിന്നത്. പഠിക്കണം, ഒന്നാമതാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. അന്നൊക്കെ ദാരിദ്ര്യമായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ കുറച്ച് കഞ്ഞിയും കുറച്ച് കപ്പയും എല്ലാം കൂടെ ഇളക്കി കഴിക്കുന്ന രീതിയായിരുന്നു ഞങ്ങളുള്ളത്. കഞ്ഞി തന്നെയായിട്ടോ കഴിക്കാനില്ലാത്തതുകൊണ്ട് അച്ചാച്ചനൊരു പ്ലേറ്റിൽ ചോറ് കൊടുത്താൽ അച്ചാച്ചനൊരു മൂലയ്ക്ക് ഒരു കോണായിട്ട് അമ്മയ്ക്ക് വെച്ചേക്കുമായിരുന്നു. അമ്മ അത് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെക്കും. അങ്ങനെയാണ്. അമ്മ കഴിച്ചോ ഇല്ലയോ എന്ന് ഞങ്ങൾ ചോദിക്കാറുമില്ല. ഞങ്ങൾ പിള്ളേരല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ അത്ര പ്രാപ്തരല്ല. പക്ഷേ എന്നാൽ പോലും അമ്മ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് തരുമായിരുന്നു. പകൽ പണി കഴിഞ്ഞിട്ട് രാത്രി വന്ന് നെല്ല് പുഴുങ്ങി വറുത്ത കുത്തി അരി വെച്ച് കഞ്ഞി കുടിച്ച ദിവസങ്ങളുണ്ട്. ഉണങ്ങാൻ നേരമില്ല, അതുകൊണ്ടാണ് വറക്കുന്നത്. വറുത്തിട്ട് അത് കുത്തി കഞ്ഞി വെക്കുമായിരുന്നു. ഇല്ലായ്മകളുണ്ടെങ്കിലും അമ്മ അതെല്ലാം സൂക്ഷിച്ച് കരുതി വെച്ച് ഞങ്ങൾക്കൊക്കെ വലിയ പട്ടിണിയൊന്നും കൂടാതെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെയെല്ലാം ആരോഗ്യ ദൃഢഗാത്രരായി വളർത്തി അതിൻ്റേതായ രീതിയിൽ ഇന്നും രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബമൊക്കെ പോകുന്നത്. അമ്മ എപ്പോഴും ഒരു കരുതലുള്ളയാളായിരുന്നു. ഇതെൻ്റെ കൊച്ചുമോളെ
ഇത് ഉണ്മീനായ ഇത് ഇപ്പം അവർ വേറെയല്ലേ, രണ്ടുപേരും വാങ്ങിക്കുക. അമ്മച്ചിക്ക് പ്രാർത്ഥനയ്ക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കൃത്യസമയത്ത് അടുക്കളയിൽ എന്ത് പണിയാണെങ്കിലും ആ സമയത്ത് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്നോണം, അങ്ങനെയൊക്കെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ചെല്ലാനും എല്ലാം നല്ലപോലെ ഞങ്ങളെ നോക്കി നടത്തുമായിരുന്നു. നല്ല ദേഷ്യവും അരിച്ചോ ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഞങ്ങളെ എപ്പോഴും കാര്യമായിട്ട് തന്നെ നോക്കുമായിരുന്നു. ഞാൻ വന്നിട്ട് 47 കൊല്ലമായി. ഇത്രയും വർഷമായിട്ടും പിന്നെ ഞങ്ങളോട് എല്ലാം പടികൾ പഠിപ്പിച്ചതും സകല കാര്യങ്ങളും എല്ലാം ദേഷ്യപ്പെട്ടും എല്ലാം ചെയ്യിച്ചു ഇത്രയൊക്കെ ആക്കിയത് അമ്മച്ചി തന്നെയാണ്. ആര് വന്നാലും ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇല്ലേലും വന്നോണം, ആരെങ്കിലും ഇങ്ങനെ വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കി വലിയമ്മമാരൊക്കെ വരും, ഭക്ഷണം കഴിക്കാനൊക്കെ വരും. അപ്പോൾ അമ്മച്ചി പറയും ഞാനില്ലേലും അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തോണം, അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പം ചേച്ചിയെ കൂടി ഒരു വർഷം ഞാനും ചേച്ചി ഒന്നിച്ചാണ് നിന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാണ് ഇവർ വേറെ പോയത്. അതിനുശേഷം ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 35 വർഷമായി. അപ്പോൾ ഇതുവരെ അതൊരു കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അമ്മച്ചിയെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അമ്മച്ചിക്ക് എന്നോടും വളരെ സ്നേഹമാണ്. ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ പറയും, എന്നാലും അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല. ഇന്നും പൊന്നുപോലെ ഞാൻ അമ്മച്ചിയെ നോക്കുന്നു. അമ്മച്ചിക്ക് എന്നോട് വളരെ സ്നേഹമാണ്. എപ്പോഴും എന്നെ 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നോട് പറയും നിന്നെ കാണാനിട്ടാ, നീ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ എന്നും പറഞ്ഞു എപ്പോഴും. ചാച്ചൻ വൈദ്യരായിരുന്നുകൊണ്ട് തിരുമാൻ പോയാൽ ചവിട്ടിത്തിരുമ്പിനൊക്കെ പോകുമ്പം 7 ദിവസം 9 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അന്നേരം പേരപ്പൻ്റെ ഒരു മകളും അമ്മയായിരുന്നു ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം ഇതുപോലെ രാത്രിയിൽ ഈ ഓട മുളയൊക്കെ ഇങ്ങനെ ചതച്ചിട്ടുള്ള വാതിലായിരുന്നു. ഞാൻ ഉറക്കത്തിൽ ഈ വാതിൽ അകന്നു പോയി ഉരുണ്ട് പെരയുടെ പുറത്ത് പോയി. രാത്രി ആയപ്പോൾ എന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ അന്വേഷിച്ച് വന്നു. ഞാൻ എറമ്പടി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ആളെല്ലാം കൂടെ അന്ന് അന്വേഷിച്ച് വന്ന് നോക്കുമ്പോൾ എറമ്പടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാരണം വാതിലിനെ അത്രയും സുരക്ഷിതേ ഉള്ളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് പറഞ്ഞ ആൾ വിശ്വസിക്കുന്നു. അന്ന് ആരും മോഷ്ടിക്കാൻ പറ്റുകയില്ല, എല്ലാവർക്കും എവിടുന്ന് വേണേലും എന്നെ എടുക്കാം പോകാമായിരുന്നു. ഇന്ന് കളവ മോഷണം ഇതൊക്കെ നിരന്തരം പിടിക്കുന്നുണ്ട്, എന്നാൽ പോലും ആരും ഇതിൽ നിന്ന് മാറുന്നില്ല. പഴയ കാലത്തെ വലിയ വലിയ തറവാടുകളിൽ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ അമ്മ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവർക്കൂടെ കൊടുത്തതിന് ശേഷമേ അമ്മ ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു. അത്ര കരുതലായിരുന്നു അമ്മയ്ക്ക്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് കാണുന്ന ഈ ദുർബലയായ അമ്മയല്ല അന്നത്തെ അമ്മ. നല്ല ആരോഗ്യവും ദൃഢഗാത്രയായ ആളായിരുന്നു. നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, നല്ല ശരീരപുഷ്ടി ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെപ്പോലുള്ള മക്കളെയൊക്കെ എടുത്ത് തോളയിലിട്ടാൽ 4-5 കിലോമീറ്റർ ഓടാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെയെല്ലാം ചെറുപ്രായത്തിൽ അന്ന് വാഹനങ്ങളില്ലാഞ്ഞു, റോഡുകളില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ എടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ വരെ അമ്മ ഓടിയിട്ടുണ്ട്. പണിക്കാരെയൊക്കെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അമ്മയുടെ മികവ് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൻ ചികിത്സയ്ക്ക് പോയാൽ ആഴ്ചയിലൊരിക്കലേ വരുള്ളൂ. അമ്മ പണിക്കാരെ നിയന്ത്രിക്കുന്നത് കാപ്പിയെല്ലാം കൊടുത്ത് ഒരു 10-11 മണി വരെ കാപ്പിയൊക്കെ കൊടുത്ത് പണിക്കാരെയൊക്കെ പുറത്ത് വിട്ടേച്ച് പണി കയറാറാകുമ്പോൾ ഒരു 1 മണിയോടടുക്കുന്ന സമയത്ത് അമ്മ കത്തിയായിട്ട് പണിക്കാരുടെ അടുത്തോട്ട് ഒരൊറ്റ വരവാണ്. വന്നു കഴിയുമ്പോൾ അവർക്കറിയാം. പിന്നെ ഒരു 1/2-3 മണിക്കൂർ അമ്മ അങ്ങോട്ട് മിന്നെ നിന്ന് ഇവരെ കൊണ്ടൊരു തെളിക്കലാണ്. 2 മണി വരെ പിടിച്ച് നിർത്തും പണിക്കാരെ. മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യാനൊക്കെ അമ്മ കാണിക്കുന്ന ആ ഒരു കഴിവ് നമുക്കൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ഒത്തിരി ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, 10-20 ഏക്കർ ഉണ്ടായിരുന്നു. എല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക ശേഷി അമ്മയ്ക്ക് ജന്മസിദ്ധമായിട്ട് ഉണ്ട്. ഞാൻ സന്ധ്യ, അമ്മച്ചിയുടെ പെൺമക്കളിൽ മൂത്ത ആളുടെ മകൻ്റെ ഭാര്യയാണ്. ഞാനൊരു 18-19 വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അന്നേരം തൊട്ട് അമ്മച്ചിയെ കാണുന്നതാണ്. അമ്മച്ചി എപ്പോഴും ഭയങ്കര കരുത്തും ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഭയങ്കര കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് എപ്പോഴും പെരുമാറുക. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ നമ്മളെ ആകർഷിപ്പിക്കുന്ന കാര്യം അമ്മച്ചിയുടെ ആതിഥ്യ മര്യാദ എന്ന് പറയുന്ന കാര്യമാണ്. എന്തൊക്കെ പലകാര പെട്ടികളുണ്ടോ അതൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തോട്ടൊരു വരവാണ്. പിന്നെ പുപ്പയെ അതെടുക്ക്, പുപ്പയെ ഇതെടുക്കുക എന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുക ഇടയ്ക്കിടയ്ക്ക്. അമ്മച്ചി ഇപ്പം 1 വർഷത്തോളമായിട്ട് തീരെ വയ്യാണ്ട് കിടക്കായിരുന്നു. പക്ഷേ പുഷ്പാൻറ്റി ആണ് നന്നായിട്ട് നോക്കി. ആൻറ്റി ആണ് കാര്യമായിട്ട്. ആൻറ്റി ഒരുപക്ഷെ ആൻറ്റിയുടെ മക്കളെ നോക്കിയ പോലെ തന്നെയായിരിക്കും. 100 വയസ്സുണ്ട്. അമ്മച്ചിയുടെ 100-ാം വയസ്സ് ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി മെമ്പേഴ്സും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട്
അമ്മച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മച്ചി കിടക്കുന്ന ഒരു സമയമായിരുന്നു അന്നേരം. പക്ഷേ സെലിബ്രേഷൻ്റെ അന്ന് അമ്മച്ചി ഭയങ്കര വൈബ്. ഒരു 1-2 മണിക്കൂർ ഒരേപോലെ കസേരയിൽ ഇരിക്കുന്നു അമ്മച്ചി അന്ന്. അത് ചട്ടയും മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഞങ്ങൾ ആ ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ വൈറലായിരുന്നു. എന്നാൽ അമ്മച്ചി ഭയങ്കര വൈബാണ്. വയസ്സ് 100 ആണേലും അമ്മച്ചി ഭയങ്കര വൈബാണ്. ഇവർ കൊച്ചുമക്കൾ ഇവിടെ തന്നെ 2 പേരുണ്ട്, ഷാലു അന്നു. അപ്പം അവർ അമ്മച്ചീനെ ഓരോ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടിപ്പിച്ച് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചാൽ ഭയങ്കര ചിരിയും ഡാൻസൊക്കെ ചെയ്യും. അപ്പോൾ ഒരു വൈബ് അമ്മച്ചിയാണ്. വളയത്തിൽ നാത്താടുത്തൊഴിൽ പോർവിളി തുടങ്ങിയിടി ഞാൻ ആയവനോട് മല്ലിയിടുപതിനാർക്കും ധൈര്യമില്ലാതെയായി മുൻപിലെപ്പോഴും ഉണ്ടാകുമ്പടി കമ്പമാർക്ക് കയറ്റി. ഞങ്ങളുടെ ഇവിടെ ഷാലുമോളുടെ കല്യാണത്തിന്, അതായത് ഇവിടുത്തെ മോളുടെ കല്യാണത്തിന് അമ്മച്ചിക്ക് ചട്ടയും എന്താ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചു അമ്മച്ചിക്ക് എന്താ ഡ്രസ്സ് വേണ്ടേന്ന്. അപ്പം അമ്മച്ചി പറഞ്ഞു എനിക്ക് ചട്ടയും മുണ്ടും വേണ്ട. അപ്പം ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ വെച്ച് അമ്മച്ചി പിന്നെ എന്തിടും, എനിക്ക് ഉടുപ്പ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിക്ക് ഒരു ഉടുപ്പും തൊപ്പിയൊക്കെ വെച്ച് അന്ന് വെഡ്ഡിങ് ഡേയുടെ അന്ന് അമ്മച്ചി എലിസബത്ത് രാജ്ഞീനെ പോലെ ഇരുന്നേ. ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിരുന്നു. 5 മില്യൺ എബോവ് പോയൊരു വീഡിയോസ് ആയിരുന്നു. അമ്മച്ചിയുടെ തന്നെ ഒരു ഇഷ്ടമായിരുന്നു. അന്ന് അമ്മച്ചി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അന്ന് അമ്മച്ചി വൈറലായതാ. എനിക്ക് എൻ്റെ കൊച്ചു എന്നായിട്ട് പോകുന്ന വിഷമമല്ലേ. ഞാൻ മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ. അതിലുണ്ടാകും കൈമാറണയും ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. എൻ്റെ പേര് ഷാനി. ഞാൻ അമ്മച്ചീൻ്റെ ഏറ്റവും ഇളയ കൊച്ചുമോളാണ്. അപ്പം ഞാനും അമ്മച്ചിയും, ഞാൻ എപ്പോഴും രാത്രി കിടന്നുറങ്ങാറ് ഞാനും അമ്മച്ചിയും, എനിക്കൊരു ചേച്ചിയും കൂടെ ഉണ്ട്, ചേച്ചി ഷാലു. ഞങ്ങൾ 3 പേരോടായിരുന്നു കിടന്നുറങ്ങാറൊക്കെ. അമ്മച്ചിക്ക് ഞങ്ങൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്തെങ്കിലും മേക്കപ്പോ എന്തെങ്കിലും മാലയൊക്കെ ഇട്ടാൽ അമ്മച്ചിക്ക് അതൊക്കെ വേണം. ഞങ്ങളിപ്പം അത് കാരണം അമ്മച്ചിക്ക് ഇടയ്ക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനും അത് എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, വീഡിയോ എടുക്കണം, എല്ലാം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്തിട്ടാലും അമ്മച്ചിക്ക് അത് വേണം. ഫോട്ടോ എടുക്കണം. അതാണ് അമ്മച്ചിയുടെ ആഗ്രഹം. ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഓർമ്മ തൊട്ടേ അമ്മച്ചി ഉള്ളതുകൊണ്ട് എപ്പോഴും അമ്മച്ചിനെ കാണണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അവിടെ ഇപ്പം ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യണം. അപ്പം അവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും അമ്മച്ചിനെ ഞങ്ങൾ വീഡിയോ കോളിലൊക്കെ കാണും. എന്നാലും ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ എപ്പോൾ വന്നാലും അവിടെ ഇരിക്കുമ്പോൾ തന്നെ പറയും എനിക്ക് ഇഷ്ടമുള്ള കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ പറയും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് അതൊക്കെ അമ്മച്ചി ഇവിടെ കരുതി വെച്ചിട്ടുണ്ടാവും. എപ്പോഴും അമ്മച്ചിയുടെ സ്നേഹമാണ് അത് കാണിക്കുന്നത്. പ്രായമായവർ കുടുംബത്തിന് ശാപമാണെന്നൊന്നുമല്ല, ഒരു ഐശ്വര്യമാണെന്നാണ് നമ്മുടെ പുതിയ തലമുറ നമ്മളെ പഠിപ്പിക്കേണ്ടത്. പക്ഷെ പല ആളുകൾക്കും അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ പറയുന്നു കാരണവന്മാരുടെ സ്ഥാനം പൂമുഖത്തല്ല പിന്നാമ്പുറത്താണ് എന്നൊക്കെയാണ് പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകൾ. അതിനൊക്കെ വിപരീതമായി ആര് വന്നാലും അമ്മയെ നിലവിളക്ക് പോലെ എടുത്തുയർത്തി മുന്നിൽ കൊണ്ടുവയ്ക്കാനുള്ള ഞങ്ങളുടെ ആ മനസ്സും ഞങ്ങളുടെ ഈ വീട്ടിലെ ഗൃഹനാഥയായ പുഷ്പയുടെയും രാജുവിൻ്റെയും ഒക്കെ എൻ്റെ അനിയൻ്റെയും ഒക്കെ ഒരു സന്മനസ്സാണ് വാസ്തവത്തിൽ അമ്മയുടെ ആരോഗ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും രഹസ്യം.